41 ദിവസം നീണ്ടുനിന്ന ശബരിമല തീർത്ഥാടന കാലത്തിന് ഇന്ന് സമാപനമാവുകയാണ്. മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപ്തി കുറിച്ചുകൊണ്ടുള്ള മണ്ഡല പൂജ ഇന്നാണ്. ദർശനത്തിന് വെർച്വൽ ക്യൂ, സ്പോട്ട് ബുക്കിംഗ് എന്നിവയിൽ നിന്നും നിയന്ത്രണങ്ങളുടെ വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് സുധീഷ് ചേരുകയാണ്. സുധീഷ്, ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. പറഞ്ഞതുപോലെ മണ്ഡല പൂജയോടുകൂടി ഈ തീർത്ഥാടന ഈ തീർത്ഥകാലത്തിലെ ഒരു ആദ്യ ഘട്ടം കഴിയുകയാണ്. ഇന്നിപ്പോൾ കൃത്യമായ നിയന്ത്രണങ്ങളടക്കം ശബരിമലയിലും സന്നിധാനത്തുമുണ്ടല്ലോ. തീർച്ചയായും സ്വപ്ന, 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളുടെ ഒരു പരിസമാപ്തി കുറിച്ചുള്ള മണ്ഡലകാല മഹോത്സവത്തിനാണ് ഇന്ന് പരിസമാപ്തിയാകുന്നത്. ഇന്ന് രാവിലെ 10:10 11:30 ഇടയ്ക്കുള്ള മുഹൂർത്തത്തിലാണ് മണ്ഡല പൂജ തന്ത്രി മോഹൻ ഖണ്ഡരുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുക. ഇതിനാവശ്യമായ ക്രമീകരണങ്ങളൊക്കെ ശബരിമലയിൽ പൂർത്തിയായി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ തങ്കയങ്കി ഘോഷയാത്രയോടനുബന്ധിച്ച് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ആ നിയന്ത്രണങ്ങൾ ഇന്നും ഈ മണ്ഡല പൂജയോടനുബന്ധിച്ചും തുടരുന്നുണ്ട്. വെർച്വൽ ക്യൂ വഴി 35,000 ഭക്തർക്ക് മാത്രമാണ് ഇന്ന് പ്രവേശനമുള്ളത്. ഒപ്പം തന്നെ സ്പോട്ട് ബുക്കിങ്ങിലൂടെ 2,000 ഭക്തരെയും മാത്രമാണ് ഇന്ന് ഇവിടെ ശബരിമല സന്നിധിയിലേക്ക് പ്രവേശിപ്പിക്കുക. ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് മണ്ഡല പൂജയോടുകൂടി ഈ മണ്ഡലകാല മഹോത്സവത്തിന് പരിസമാപ്തി കുറിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭക്തരുടെ എണ്ണത്തിലുള്ള വർധനവ് ഇത്തവണത്തെ ഒരു ശബരിമല തീർത്ഥാടന കാലത്തിൽ കൂടുതൽ ഭക്തർ എത്തുന്നു എന്ന തരത്തിലേക്കുള്ള കണക്കുകളൊക്കെയാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം വരെയുള്ള കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ കഴിഞ്ഞ 25 വരെയുള്ള കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ 33 ലക്ഷത്തിന് പുറത്ത് ഭക്തരാണ് ശബരിമലയിൽ ഇപ്പോൾ ദർശനം നടത്തി മടങ്ങിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഭക്തരുടെ എണ്ണത്തിൽ വർധന ഉണ്ടാകുന്നത് തന്നെ ക്രമീകരണങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളിലേക്കൊക്കെ കടക്കുന്നതിലേക്ക് അധികൃതർക്ക് കൃത്യമായ ഒരു മാർഗനിർദ്ദേശങ്ങളും ഒക്കെ തന്നെ ഇതിന്റെ ഭാഗമായി നൽകിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് മണ്ഡലപൂജ മഹോത്സവം കഴിയുന്നതോടുകൂടി രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കും. കഴിഞ്ഞ ദിവസം നമുക്ക് അറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ 11 മണിക്കാണ് ഈ ഹരിവരാസനം പാടി നടയടയ്ക്കുന്നത്. പക്ഷേ ഇന്ന് മണ്ഡലപൂജയോടനുബന്ധിച്ച് ഇന്ന് രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കും. തുടർന്ന് മകരവിളക്ക് ഉത്സവത്തിനായി ഡിസംബർ 30 വൈകിട്ട് 5 മണിക്കാണ് വീണ്ടും നട തുറക്കുക. മണ്ഡലപൂജ മഹോത്സവം സമാപിക്കുന്നതോടുകൂടി ശബരിമലയിലെ തീർത്ഥാടനത്തിലെ ഒരു പ്രധാന ഘട്ടം കഴിഞ്ഞു എന്ന് വേണം കരുതാൻ. അതിനുശേഷം പിന്നീട് മകരവിളക്ക് മഹോത്സവത്തിനായിട്ടുള്ള കാത്തിരിപ്പിലാണ്. മകരവിളക്ക് മഹോത്സവത്തിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും കഴിഞ്ഞ ദിവസം പമ്പയിൽ ദേവസ്വം മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളൊക്കെ എല്ലാ വകുപ്പുകളും ചേർന്ന് പൂർത്തിയാക്കുന്നതായുള്ള വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട മന്ത്രി കഴിഞ്ഞ ദിവസം തന്നെ പ്രസ്താവനയിൽ അറിയിക്കുകയും ചെയ്തിരുന്നു. വനം വകുപ്പിന്റെയും പോലീസിന്റെയും ഒപ്പം ദേവസ്വം ബോർഡിന്റെയും ഒക്കെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ടുള്ള ഒരു മാർഗനിർദ്ദേശങ്ങളാണ് ഈ മകരവിളക്ക് മഹോത്സവത്തിനായി ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. മകരവിളക്ക് മഹോത്സവം സുഗമമായി നടത്തുന്നതിനും മകരദർശനം സുഗമമായി ഭക്തർക്ക് ദർശിക്കുന്നതിനുമൊക്കെയുള്ള സംവിധാനങ്ങളും ക്രമീകരണങ്ങളും ശബരിമലയിൽ ഇപ്പോൾ ഒരുക്കി കഴിഞ്ഞു. ഇതിനായി അന്യസംസ്ഥാന സർവീസ് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കുള്ള നിയന്ത്രണങ്ങളും ഒപ്പം തന്നെ വാഹനങ്ങൾ ഇവിടേക്ക് കടത്തിവിടുന്നതടക്കമുള്ള നിയന്ത്രണങ്ങളും ഒക്കെ ഈ മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി തുടരും. പ്രധാനമായും മകരവിളക്ക് ജ്യോതി ദർശിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇതിനായിട്ടുള്ള ക്രമീകരണങ്ങളും പൂർത്തിയായി വന്നു, അല്ലെങ്കിൽ ഇതിനായി ക്രമീകരണങ്ങൾ ഒരുക്കി തുടങ്ങിയതായുള്ള വിവരങ്ങളും ആണ് സ്വപ്ന അറിയിച്ചിട്ടുള്ളത്. തീർച്ചയായും സുധീഷ്, അത് തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം. അത് ഒരു പരാതികളില്ലാത്ത മണ്ഡലകാലം അത് പര്യവസാനിക്കും. നമ്മൾ ഈ മണ്ഡലകാലത്തിന്റെ ആദ്യത്തെ തുടക്ക ദിവസത്തിൽ നമ്മൾ കണ്ട ആ ഒരു തിരക്ക് അതുമായി ബന്ധപ്പെട്ട, പക്ഷെ അതിനുശേഷം ഇപ്പോൾ ഇങ്ങോട്ട് ഈ 41 ദിവസം തികയുമ്പോൾ പരാതികളൊന്നുമില്ലാത്ത ഒരു മണ്ഡലകാലത്തിന് തന്നെയാണ് നമ്മളെല്ലാം സാക്ഷ്യം വഹിക്കുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. തുടക്കത്തിൽ ഈ ഭക്തരുടെ എണ്ണത്തിലുള്ള വർധനവിനനുസരിച്ച് കൃത്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ പോലീസിനും ഒപ്പം തന്നെ മറ്റു വകുപ്പുകൾക്കുമൊക്കെ ചില ഒരു ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ വരുന്ന ദിവസങ്ങൾ, അതിനുശേഷം ഈ മണ്ഡലകാലം ആരംഭിച്ച 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ എല്ലാ വകുപ്പുകൾക്കും കഴിഞ്ഞു എന്നത് തന്നെ വളരെ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. അത്തരത്തിൽ തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഈ തരത്തിലുള്ള ക്രമീകരണങ്ങളോടുകൂടി ഭക്തരെ സന്നിധാനത്തേക്ക് എത്തിക്കുന്നതിനും ഒപ്പം തന്നെ സുഗമമായ ദർശനം നടത്തുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഈ മണ്ഡല മഹോത്സവം സമാപിക്കുമ്പോൾ, ഈ മണ്ഡലകാലം സമാപിക്കുമ്പോൾ ഇത്തരത്തിൽ ദേവസ്വം ബോർഡിനും അല്ലെങ്കിൽ മറ്റു വകുപ്പുകൾക്കുമൊക്കെ അവർക്ക് പറയാൻ കഴിയുന്ന അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന മാതൃക അതുതന്നെയായിരുന്നു. കാരണം ഈ തിരക്കുകൾ കൂടിയ സമയത്ത് പരാതികൾ സ്വാഭാവികമായും ഭക്തരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അത്തരത്തിൽ ഭക്തരുടെ ഭാഗത്ത് ഏറെ സമയം ക്യൂ നിൽക്കണം, ഏറെ സമയം ദർശനത്തിനായി കാത്തു നിൽക്കേണ്ടി വരുന്നു എന്നൊക്കെയുള്ള പരാതികൾ ഉണ്ടായിരുന്നു. പക്ഷേ
അതിനൊക്കെ ഒരു വിരാമം കുറിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് തന്നെയായിരുന്നു പിന്നീടുള്ള ഓരോ ദിവസങ്ങളിലും ഈ ദർശനത്തിന് ആവശ്യമായ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിരുന്നത്. കാരണം ഈ നടപ്പന്തലിലെത്തി ഭക്തർ കൂടുതലായി ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യം അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയൊക്കെ തന്നെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ ഭക്തരെ ചെറിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് സന്നിധാനത്തേക്ക് കടത്തിവിടുന്ന ഒരു കാഴ്ചയാണ് പിന്നീടുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ഭക്തർ ഏറെ സമയം ഈ നടപ്പന്തലിലൊക്കെ വന്ന് അടിഞ്ഞു നിന്ന് അല്ലെങ്കിൽ ഏറെ സമയം അവർ തെള്ളി നിന്ന് അല്ലെങ്കിൽ ക്യൂ നിന്ന് ഇങ്ങനെ അത്തരത്തിലുള്ള ഒരു അസ്വസ്ഥത ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ പിന്നീടുള്ള ഘട്ടങ്ങളിലൊക്കെ ഒരുക്കി കൊടുത്തു. അതുകൊണ്ട് തന്നെ ഒരു സുഗമമായ മണ്ഡലകാല മഹോത്സവമാണ് ഇപ്പോൾ സമാപിക്കുന്നതെന്ന് വേണം കരുതാൻ. ഭക്തർക്ക് അത്തരത്തിൽ പിന്നീടുള്ള ദിവസങ്ങളിലൊന്നും തന്നെ പരാതികൾ ഉണ്ടായിരുന്നില്ല. കൂടുതലും അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ഭക്തരൊക്കെ തന്നെയാണ് സാധാരണ ഇവിടെ ഈ ദർശനത്തിനെത്തുമ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ അവർ ഒരു ആശങ്കയായി പറയുകയുണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ തവണ ഈ മണ്ഡല മഹോത്സവം സമാപിക്കുമ്പോൾ അത്തരത്തിലുള്ള ആശങ്കകൾക്കൊന്നും ഇടപെട വരുത്താതെയാണ് ഈ മണ്ഡല മഹോത്സവം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് ഇന്ന് എത്തുന്നത്. മകരവിളക്ക് മഹോത്സവത്തിനും ഇത്തരത്തിൽ ഒരു ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഭക്തർക്ക് ആവശ്യമായ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കി അവർക്കൊരു സുഗമമായ അയ്യപ്പ ദർശനം സാധ്യമാക്കുന്നതിനുള്ള ഒരു ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കി തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കരുതാം മകരവിളക്ക് മഹോത്സവം ഇത്തരത്തിൽ വളരെ ഭംഗിയായി ഭക്തർക്കെല്ലാം സുഗമമായ അയ്യപ്പ ദർശനവും ഒപ്പം മകരജ്യോതി ദർശനവും ഒക്കെ കണ്ടുമടങ്ങുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും അവർക്ക് ലഭിക്കും. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുക്കങ്ങൾ ആണ് ഇപ്പോൾ പൂർത്തിയായി വരുന്നത്. ആ കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകാൻ ദേവസ്വം ബോർഡിനും ഒപ്പം തന്നെ മറ്റ് വകുപ്പുകൾക്കുമൊക്കെ കഴിയുന്നു എന്നത് ഇത്തരത്തിൽ ഒരു ആശ്വാസകരമായ കാര്യം തന്നെയാണ്. ഏതായാലും ഇന്ന് മണ്ഡല മഹോത്സവം സമാപിക്കുന്നു. മണ്ഡല പൂജയോടുകൂടി ഇത്തവണത്തെ അല്ലെങ്കിൽ ഈ കൊല്ലത്തെ മണ്ഡല മഹോത്സവത്തിന് പരിസമാപ്തി കുറിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി ആണ് രാവിലെ 10:10 11:30 ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ ഈ ശബരീശ സന്നിധിയിൽ മണ്ഡല പൂജ മഹോത്സവം നടക്കുക. അതിനുശേഷം വൈകിട്ട് 10 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കും. തുടർന്ന് മകരവിളക്ക് മഹോത്സവത്തിനായി ഡിസംബർ 30 5 മണിക്ക് വൈകിട്ട് 5 മണിക്ക് നട വീണ്ടും തുറക്കും. വ്രതശുദ്ധിയുടെ 41 പുണ്യ ദിവസങ്ങൾക്ക് പരിസമാപ്തിയാവുകയാണ്. ഇന്ന് മണ്ഡല പൂജയോടുകൂടി നടയടയ്ക്കും. ഇനി 30-നായിരിക്കും മകരവിളക്ക് പൂജകൾക്കായി നട തുറക്കുക. സുധിഷാണ് വിവരങ്ങളുമായി ചേർന്നത്.